ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ഹോം മെയ്ഡ് ക്ലേ ആയിട്ടാണ്. ആൻഡ് ഈ ഒരു ക്ലേ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഹന്നാമോൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ആയിട്ട് മൈദപ്പൊടി എടുക്കണം, പിന്നെ നമ്മുടെ ഒരു ബോഡി ലോഷൻ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം ആദ്യം. എന്നിട്ട് കുറച്ച് ബോഡി ലോഷൻ, ഒരുപാട് അങ്ങ് ഇതാവല്ല, ക്രീം ഒരുപാടൊന്ന് ആയപ്പോല്ല, ഇളക്കി കൊടുക്കുന്നു. നമ്മുടെ കൈ വെച്ചെത്താൻ നമ്മൾ ഇളക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല ഓയിലി ആയിട്ട് കിട്ടണം. നമുക്ക് നല്ല ബോഡി ലോഷൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഗൈസ് കേട്ടോ. ഗൈസ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. കുഴച്ചെടുക്കും നമുക്ക് ഇങ്ങനെ കുറച്ച് അപ്പം നമുക്ക് ഇച്ചിരി കൂടി ബോഷൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. എൻ്റെ കൈ മുഴുവനായിട്ട് കുഴച്ചെടുക്കാം. ആദ്യം ഉണ്ടാക്കിയ രീതി ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ. ഇതെന്തോ കൂടിപ്പോയി, മൈദപ്പൊടി എരിയോ അതിന് കുറേ നേരം ഇട്ടു ചെയ്തെടുക്കണം. കുഴച്ച് മൈദപ്പൊടി കൂടിപ്പോയിരുന്നു. അയ്യോ, മൈദപ്പൊടി ഇല്ല, മൈദപ്പൊടി കൂടിപ്പോയി. കുഴച്ച് നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ ആണിത്. ഇച്ചിരി ബോഡി ക്രീം ഇച്ചിരി മതി കേട്ടോ. നല്ലോണം കുഴച്ച് ബോഡി ക്രീം എല്ലാം കൊണ്ട് മാണ്ടായിരിക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചൊരു ക്ലേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്ത് വെച്ച ക്ലേയിൽ പിന്നെ രണ്ടാമതായിട്ട് കുഴച്ചെടുക്കുക, കുഴപ്പമില്ല. ഞാൻ നേരത്തെ ചെയ്ത് വെച്ച് ഇത് ഇച്ചിരി കൂടെ ടൈറ്റ് ആയിട്ടിരിക്കണം. നമ്മൾ നേരത്തെ ചെയ്ത് ഓയിലായിട്ടില്ലേ, അത് നമ്മൾ അതും ഇതും കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളൊരു പേജ് ഇതിൻ്റെ അകത്തോട്ട് പൊതിഞ്ഞ് വയ്ക്കണം. ഇങ്ങനെ കുഴച്ചെടുക്കുക. അപ്പം നമുക്ക് ഹോം മെയ്ഡ് ക്ലേ റെഡിയാവും. പിന്നെ കുഴച്ചെടുക്കുക. നമ്മുടെ ക്ലേ ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മുടെ ക്ലേ ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കളറ് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ കളർ ആഡ് ചെയ്യുന്നില്ല, എനിക്ക് വൈറ്റ് ക്ലേ ആണ് വേണ്ടത്. നമുക്ക് നല്ലോണം ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതൊന്നും ഇതിൻ്റെ അകത്തോട്ടാക്കിയേക്ക് നമ്മളൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് പൊതിഞ്ഞാലും വെച്ചാലും മതി. ഇപ്പം എൻ്റെ പ്ലാസ്റ്റിക് കവർ ഇല്ല, അതുകൊണ്ട് പൊതിഞ്ഞ് വെച്ച് നിങ്ങളെ തന്നെ പൊതിഞ്ഞ് വെച്ചേക്കാം കേട്ടോ. അപ്പം നമുക്കിന്ന് ഇടാം. ഓക്കെ, അപ്പം താങ്ക് ഫോർ വാച്ചിങ്. അപ്പം പിന്നെ ഒരു കാര്യം മറക്കല്ലേ, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ എല്ലാം ചെയ്യുക. അപ്പം ടാറ്റാ.